ഹായ്, ഈ വർഷം ഇംഗ്ലീഷിൽ സേ എക്സാം എഴുതുന്നില്ലാത്ത ഒരാളാണ് നിങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം. യു മേ ലീവ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യു മേ സിറ്റ് ഡൗൺ, വി നീഡ് ടു ടോക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനല്ല സംസാരിച്ചു തുടങ്ങുന്നത്. ഇറ്റ്സ് ദ നമ്പേഴ്സ്. അപ്പം നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും, വളരെ ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഈ വർഷം നമുക്ക് +2 എക്സാം എഴുതിയിട്ടുള്ളത് 3,72,223 പേരാണ്. അതിൻ്റെ അകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു നമ്പർ അല്ലേ, 2,09,398 പേരെന്താണ് പാസ്സായി, EHS ആയി. ബാക്കിയുള്ളവർ എവിടെ പോയി? ബാക്കിയുള്ളവർ NHS ആണ്. അവർക്ക് ഇപ്രാവശ്യം ആ ഒരു കടമ്പ ചാടി കടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എത്ര പേരുണ്ടെന്ന് അറിയോ? 1,63,025 പേര്. സോ ഈ വർഷത്തെ സേ എക്സാം എഴുതുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പേഴ്സിൽ ഒരാൾ ആരാണ്? നിങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇനി ഞാൻ ഈ കാര്യം പറയുന്നതല്ലേ? ഈ ഒരു ഗ്രാഫ് കാണുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലുള്ളത് ഇംഗ്ലീഷ് ആണ്. പിന്നെ എക്കണോമിക്സ്, മാത്സ്, കെമിസ്ട്രി, ബിസിനസ് സ്റ്റഡീസ്, ഫിസിക്സ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ താഴേക്ക് പോകുന്നു. പക്ഷേ ഈ ഗ്രാഫിൽ ഏറ്റവും മേൽ നിൽക്കുന്ന ആരാണ്? ഇംഗ്ലീഷ് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആയിട്ടുള്ളത് ഏതിനാണ്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനാണ്. അപ്പം ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണോ? ആണ്. നമ്മൾ എക്സാമിന് തലേന്ന് വേണോ വേണ്ടേന്ന് വിചാരിച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് പാസ്സാവാൻ എന്താപ്പം ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ വർഷം പാസ്സാവേണ്ടതുണ്ടോ, ഇനി അടുത്ത വർഷം എഴുതിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ ഇനി ഒരു കാര്യം പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ പ്രാവശ്യത്തെ സേ എക്സാം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് +2 നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഈ സേ എക്സാമും നിങ്ങൾ പാസ്സായില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻ്റ് ആവും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ട വരിക എന്നറിയോ? അടുത്ത മാർച്ചിൽ ഇനിയുള്ള +2കാരുണ്ടല്ലോ, അവരുടെ കൂടെ നിങ്ങൾ +1ഉം +2ഉം നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. +1ഉം +2ഉം എഴുതേണ്ടതായിട്ട് വരും. എന്നിട്ട് അതിലും പാസ്സായില്ലെങ്കിൽ പിന്നെ +2 സേ എക്സാം പിന്നെയും എഴുതേണ്ട വരും. അപ്പൊ ഇതിങ്ങനെ ഒരു എന്താ പറയാ, വന്താ സുട്ട റിപ്പീറ്റ് എന്നുള്ള പോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു ലൂപ്പിന്റെ അകത്തായിപ്പോ. അപ്പൊ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ലാസ്റ്റ് അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന സേ എക്സാം ആണെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾ കയ്യിൽ വെക്കുക. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോവും. ഓക്കെ, അപ്പം ഈ ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെട്ടാൻ റെഡി ആയിരിക്കണം. എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് ഈ ഒരു എക്സാം പാസ്സാക്കി എടുക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇംഗ്ലീഷിന്റെ കാര്യം പറയാം. ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പം 5 യൂണിറ്റ്സിലായിട്ട് 16 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. മിസ്, ഈ 16 ചാപ്റ്റേഴ്സ് ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പറ്റും. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട് കേട്ടോ, പറ്റും. എനിക്കൊന്ന് നമ്മുടെ ജൂൺ 30-ാം തീയതിയാണ് ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കി തരാൻ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയട്ടെ. ഇനിതാ ഇത്രയും 16 ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് ഏകദേശം ഇത്രത്തോളം ഡിസ്കോഴ്സസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഡിസ്കോഴ്സ് എല്ലാം ഇല്ല. പക്ഷേ ഈ ഡിസ്കോഴ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഫോമാറ്റ് അറിഞ്ഞിരിക്കണം. ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണല്ലേ, ഓരോ ചാപ്റ്ററിന്റെ സമ്മറി. ഇപ്പൊ ചിലർ ചോദിക്കേണ്ട സമ്മറി മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. സമ്മറി മാത്രം അറിഞ്ഞാൽ പോരാ. അതിലെ ക്യാരക്ടേഴ്സ് എന്താണ്, പിന്നെ അതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയണം. അതിന്റെ തീം നമ്മൾ അറിയണം. ആൻഡ് ഈ സമ്മറിനെ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മുടെ ഡിസ്കോഴ്സിലേക്ക് മാറ്റി എഴുതാനുള്ളൊരു സ്കില്ലും നമുക്ക് അവിടെ കിട്ടണം. പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരു 10ഓളം എന്ത് വരുന്നുണ്ട്, ഗ്രാമർ ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. 10ഓളം എന്താണ് ഗ്രാമർ ടോപ്പിക്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതും നമ്മളൊന്ന് ക്ലിയർ ആക്കി വെക്കണം. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, സേ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് 48 മാർക്ക്, ഇംഗ്ലീഷ് 80-ലായതുകൊണ്ട് തന്നെ 48 മാർക്കാണ് നിങ്ങൾ സേ എക്സാമിന് പാസ് ആവാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഈ 48 മാർക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി അല്ലെങ്കിൽ എക്സാം പോയിന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്നാൽ നമുക്ക് കുറച്ച് സ്കോപ്പായി. ഇനി നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PYQs പഠിക്കുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും നമ്മൾ PYQs നോക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ പണ്ടത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ അതിന്റെ രൂപമൊക്കെ മാറ്റി, ഫോമൊക്കെ മാറ്റി, പെട്ടെന്നൊരു വായനയിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണുള്ളത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നാലും കുഴപ്പമില്ല അല്ലേ, ഒരു 2020 അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തു വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിന് ആൻസേഴ്സ് എഴുതി നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. സോ 70% നമുക്ക് എന്താണ് ഈ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, എടാ ഞാൻ പറയില്ലേ, ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഡിസ്കോഴ്സ്
ജോബ് ആപ്ലിക്കേഷനിൽ CV ഇതൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ 8 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുക. അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുകയാണ്, അത് അത്യാവശ്യം വൃത്തിക്ക് എഴുതാൻ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 8 മാർക്കാണ് കിട്ടുക. സോ ഇങ്ങനെ ഓരോന്നിനും ഫോർമാറ്റും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതിങ്ങനെയാണ് എഴുതുന്നത്, ഇതിങ്ങനെയാണ് എഴുതുന്നത്. സോ അങ്ങനെ നമുക്കൊരു അത്രയും മാർക്ക് ഉണ്ടാക്കാം. പിന്നെ നെക്സ്റ്റ് 20% ഡിസ്കോഴ്സ് ആൻഡ് സമ്മറി എന്ന് വെച്ചാൽ ഒരു 20% ഉണ്ടാവും നമ്മൾ വിചാരിക്കാത്ത, അയ്യോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിക്ക് ഒരു 20% ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ 10% ഗ്രാമർ കാണും. 10% ഗ്രാമർ എന്ന് പറയുമ്പോൾ ഒരു 8 മാർക്കിനൊക്കെയാണ് മാക്സിമം നമുക്ക് ഗ്രാമർ ചോദിക്കാറുള്ളത് കേട്ടോ. സോ ആ ഗ്രാമർ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്, നിങ്ങൾ SLCയിൽ പഠിച്ച അത്രയും ബുദ്ധിമുട്ടുള്ള ഗ്രാമർ ഒന്നുമല്ല, ഈസിയാണ്. ഒന്ന് വേണമെന്ന് വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രാമറേ ഉള്ളൂ. ഇനി നിങ്ങളെ സംശയം ഇത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കും. മക്കളെ, നമ്മൾ എഡ്യൂപോർട്ടിൽ 999 ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിൽ 999 ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഞാനും നെയിം സാറും കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഈ 999 നിങ്ങളിപ്പം ഇവിടെ അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്കാണ്. നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താഴത്തെ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് മേലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് ജോയിൻ ഹിയർ കൊടുക്കുക. ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും പേരും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സേ +2 ഇംപ്രൂവ്മെൻറ്റ് അത് കൊടുക്കുക, നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കുക, ക്ലിക്ക് പർച്ചേസ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പേയ്മെൻറ്റ്സ് റേസർ പേ ആണ് വരിക. അതിനകത്ത് ഗൂഗിൾ പേ വെച്ചിട്ടോ ഫോൺ പേ വെച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ അതല്ല കാർഡ് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി കഴിയും. ജസ്റ്റ് ഒന്ന് താഴേക്കാക്കി ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാർഡ് പേയ്മെൻറ്റ് കാര്യം കാണാം. അങ്ങനെ നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളവിടെ സെറ്റാക്കി തരും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് ഇപ്രാവശ്യം സേ മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റുകാരോടും കൂടിയാണ് പറയാനുള്ളത് കേട്ടോ. സേക്കാരോടാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേഡ് കൂട്ടാൻ, അതായത് നമുക്കിപ്പം ഇംഗ്ലീഷിന് A ഗ്രേഡ് ഉണ്ടാവും, അതൊന്ന് A+ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ A+ ആക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും നിങ്ങളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടത് PYQs ആണ്. അതായത് മുന്നത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രയും കിട്ടാൻ പറ്റുമോ അത്രയും കിട്ടുക, വായിക്കുക, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പരിചയമാക്കി വെക്കുക. ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു വെച്ചിട്ട് കാര്യമില്ല, ആൻസേഴ്സ് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി സ്വന്തമായിട്ട് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുക, എഴുതുക. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി സേക്കാരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേ തൊട്ട് പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു മാസം നിങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ്സാക്കി എടുക്കാൻ, അതായത് നമ്മൾ മാത്രം മെനക്കെട്ട് കാര്യമില്ല, നിങ്ങളും എന്ത് ചെയ്യണം, അതിനുവേണ്ടി കൂടെ നിൽക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു വർഷം അല്ലേ, സേ എന്ന് പറഞ്ഞാൽ എന്താണ്, സേവ് ഇയർ ആണ്. നമ്മളുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വർഷമാണിത്. സോ ഇത് ഞാൻ വെറുതെ കളയില്ല എന്നുള്ള ഡിറ്റർമിനേഷനോടുകൂടി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. സോ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.